എല്ലാവർക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഞങ്ങളിവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക കേട്ടോ. ഇപ്പോൾ സമയം ഏകദേശം 6:45 ഇന്ന് ഞാൻ കുറച്ച് നേരത്തെ എണീറ്റ് കേട്ടോ. ഞാൻ എണീറ്റ് വന്നപ്പോൾ തന്നെ അങ്ങോട്ടേക്ക് നോക്കുമ്പോൾ ആടെ എന്തോ ഒന്ന് വീണ് കിടക്കുന്നത്. ഞാൻ വിചാരിച്ചു ഈശ്വര പാമ്പറ്റാനാണോ. പാമ്പല്ല, ഷൂവിൻ്റെ ലേസായിരുന്നു. അത് ഞാനില്ലേ നമ്മുടെ മണി പ്ലാന്റിന് വേണ്ടിയിട്ട് ഇങ്ങനെ പടർന്ന് പോകാൻ വേണ്ടിയിട്ട് കെട്ടി വെച്ചതാട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ മുഖമൊക്കെ കഴുകി പല്ലൊക്കെ തേച്ച് ഒന്ന് അകമൊക്കെ അടിച്ച് വാരിയ ശേഷം എൻ്റെ പണിയിലേക്ക് കടന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു, ഇന്നലെ ഞങ്ങൾ പോയിട്ട് പച്ചക്കറിയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു രാത്രി. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇന്ന് സാമ്പാർ വെക്കാന്ന്. പിന്നെ ഈ ഒരു പാലക് ചീര ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് പാലക് ചീര കഴിക്കാൻ പാടില്ല, എനിക്ക് തൈറോയ്ഡ് ഉണ്ട്, അതുകൊണ്ട് ഇത് കഴിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാലും എപ്പോഴെങ്കിലും വാങ്ങുന്നല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കഴിക്കാറുണ്ട് കേട്ടോ. പിന്നെ ഇതൊന്ന് മുറിച്ചൊക്കെ ഇട്ടിട്ട് ബാക്കി പണിയെടുക്കണം. ആദ്യം തന്നെ ഏട്ടന് പോകണം. ഏട്ടന് ഇന്ന് കുറച്ച് ലേറ്റായിട്ട് പോയാൽ മതി, ഒരു 10-10:30 ആകുമ്പം പോയാൽ മതി. അപ്പം ഞാൻ ആദ്യം തന്നെ ഈ ഒരു സാമ്പാർ കറി വെക്കാമെന്ന് വിചാരിച്ചു. അതാകുമ്പം കുറച്ച് പണിയുണ്ടല്ലോ. പിന്നെ ഞാൻ വിചാരിച്ചു പിന്നെ ഇഡ്ഡലിയാണിന്ന്, പിന്നെ വയ്ക്കുക ഇഡ്ഡലി എന്ന് വിചാരിച്ചു. ആദ്യം തന്നെ തേങ്ങ വറുത്തെക്കാന്ന് വിചാരിച്ചിട്ട് തേങ്ങ രാകുന്നുണ്ട് കേട്ടോ. ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പം ഏട്ടൻ്റെ വീട്ടിൽ തെങ്ങ് അങ്ങനെ കുറവാണ്. അപ്പോൾ അധികം തേങ്ങ ഉണ്ടാവില്ല. എൻ്റെ വീട്ടിൽ തെങ്ങ് കുറേ ഉണ്ട്. അപ്പം ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ ഇങ്ങോട്ടേക്ക് ലീവ് കഴിഞ്ഞിട്ട് വരുമ്പം ഒരു 20-30 തേങ്ങയൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരും, വലിയ ബാഗിലാക്കിയിട്ട്. ട്രെയിനിൽ അച്ഛനും അമ്മയും ഞങ്ങൾ പോകുമ്പോൾ കോഴിക്കോട് നിന്ന് അച്ഛനും അമ്മയും കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് വരും. ഞങ്ങൾ പോകുമ്പം അമ്മ കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുത്തരും, അരി പൊടിച്ചതും അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ട് അമ്മ കൊയിലാണ്ടിയിൽ നിന്ന് ട്രെയിനിൽ കയറിയിട്ട് കണ്ണൂർ വരും. എന്നിട്ട് ഞങ്ങൾ അവിടെ എത്തുമ്പോൾ ആടെ ഉണ്ടാവും. അപ്പോൾ അമ്മയും അച്ഛനും എല്ലാ ലീവ് കഴിഞ്ഞ് ഞാൻ തിരിച്ചിങ്ങോട്ടേക്ക് വരുമ്പോൾ തേങ്ങയും കുറേ സാധനങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ വരലുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ തേങ്ങ കൊണ്ടുവരുമ്പോൾ ഒരു 30 തേങ്ങയൊക്കെ കൊണ്ടുവരുമ്പോൾ എനിക്ക് 2-3 മാസമൊക്കെ എത്തും. തേങ്ങ അധികം ഇങ്ങനെ തേങ്ങേൻ്റെ ചകിരി മാത്രം പോക്കിയിട്ട് ബാക്കിയൊന്നും കൊണ്ടുത്തരും. അതുകൊണ്ട് കുറേ മാസം ഇങ്ങനെ നിൽക്കും അങ്ങനെയൊക്കെ. അപ്പം ഇവിടെ മഞ്ഞപ്പരിപ്പില്ല, ഈ ഒരു ഓറഞ്ച് പരിപ്പ് കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ കഷ്ണമൊക്കെ മുറിച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് തേങ്ങ ഒന്ന് ഇങ്ങനെ വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ സാമ്പാർ വയ്ക്കുമ്പം തേങ്ങേൻ്റെ അകത്ത് നമ്മുടെ വെളുത്തുള്ളിയും ചെറിയുള്ളിയും കുറച്ച് ഉലുവയും ഒരു 3-4 കുരുമുളകും പിന്നെ കുറച്ച് ജീരകവും ചേർക്കും കേട്ടോ. പിന്നെ കായത്തിൻ്റെ പൊടി അതിനെക്കൊണ്ട് തേങ്ങ വറുത്ത് വരുന്ന വറുത്ത് ഒരു കളറൊക്കെ മാറി വരുമ്പം കുറച്ച് കായത്തിൻ്റെ പൊടിയും ചേർക്കും, കറിവേപ്പിലയും ചേർക്കും. പിന്നെ തേങ്ങ നല്ലോണം വറുത്ത് അതിൻ്റെ കളറൊക്കെ മാറി വരുമ്പോഴാണ് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. വെളിച്ചെണ്ണ അല്ല, സൺഫ്ലവർ ഓയിൽ. അങ്ങനെ സാമ്പാർ കറിയൊക്കെ അവിടെ ആയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ പെട്ടെന്ന് ആക്കിയിട്ടുണ്ട്. ഏട്ടനെല്ലാം കൂടെ കുളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. മൂപ്പർക്ക് ദിവസവും പോകുന്ന ടൈം ചായ കുടിക്കുമല്ലോ, ആ ടൈമിൽ തന്നെ ചായ വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ വേഗം ആക്കുന്നുണ്ട് കേട്ടോ. ഒരടുപ്പത്ത് ഞാൻ ഇഡ്ഡലി ആക്കിയിട്ടുണ്ട്. ഇഡ്ഡലീൻ്റെ മാവ് ഇന്നലെ ഞങ്ങൾ പച്ചക്കറിയൊക്കെ രാത്രി പോയിട്ട് ഒരു 9 മണിക്കാണ് പച്ചക്കറി വാങ്ങാൻ പോയത്. പച്ചക്കറിയൊക്കെ വാങ്ങി തിരിച്ച് വന്നതിന് ശേഷമാണ് ഞാൻ ഇഡ്ഡലീൻ്റെ മാവ് അരച്ച് വെച്ചത്. ഞാൻ ഈസ്റ്റ് അങ്ങനത്തെ ഒന്നും ചേർക്കില്ല. ചോറും ഉഴുന്നും പിന്നെ ഇവിടുത്തെ ഇഡ്ഡലി ദോശേൻ്റെ ഈ ഒരു അരിയാണ് കേട്ടോ. പക്ഷെ അതുകൊണ്ട് തന്നെ ശരിക്കും ഇവിടെ തണുപ്പായതിനെ കൊണ്ടായിരുന്നോ എന്നറിയില്ല, ഞാൻ ഈ ഒരു സ്റ്റോർ റൂമിൽ അത് കൊണ്ടുവച്ചത്. പക്ഷേ എങ്കിൽ അധികം അങ്ങോട്ട് മാവ് പുളിച്ച് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് പൊന്തിയിട്ടില്ല. ഇഡ്ഡലി അങ്ങനെ പതിഞ്ഞ് പോയ നല്ല കട്ടിയുള്ള കല്ല് പോലത്തെ ഇഡ്ഡലിയാണ്. അങ്ങനെ ഇഡ്ഡലി ആയിട്ടുണ്ട്. സാമ്പാർ കേട്ടോ. എനിക്ക് സാമ്പാർ വെക്കാൻ നല്ലോണം അറിയാം കേട്ടോ. നല്ലോണം അറിയാലോ, എല്ലാവരും നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറയലുണ്ട്. ആടെ കണ്ണൂർ ഏട്ടൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ വയ്ക്കുന്ന സാമ്പാർ. വീട്ടിലായാലും ഞാൻ ലീവിന് പോയാൽ അമ്മ എന്നെ കൊണ്ട് സാമ്പാറൊക്കെ വയ്ക്കും. അതേപോലെ എൻ്റെ അനിയൻ ലീവിന് വരുമ്പോൾ ഓനും എൻ്റെ അടുത്ത് പറയും, എനിക്ക് സാമ്പാർ വെച്ചാൽ പറയും. അങ്ങനെ സാമ്പാർ വയ്ക്കാൻ എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ളൊരു ശോഭേച്ചി ഉണ്ട്, ഓലയെടുത്ത് നോക്കി പഠിച്ചതാണ് ഞാൻ സാമ്പാർ വയ്ക്കാൻ. അങ്ങനെ ഏട്ടൻ ചായയൊക്കെ കുടിച്ചിട്ടോ. ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്കൊരു ഓറഞ്ച് ജ്യൂസ് വേണം. ഇവിടെ ഓറഞ്ച് ഇരിപ്പുണ്ടായിരുന്നു, കുറേ ദിവസമായി കൊണ്ടുവച്ചിട്ട്, അതെന്തായാലും ചീത്തയായി പോവും. അപ്പോൾ ഞാൻ 2 എടുത്തിട്ട് ഏട്ടനും മോക്കും വേണ്ടിയിട്ട് ജ്യൂസാക്കി കൊടുത്തിട്ടാ. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ചായയൊക്കെ കുടിച്ചിട്ടുണ്ട്. ഞാൻ ചായ കുടിച്ചു, മോള് ചായ കുടിച്ച്. മോക്ക് പിന്നെ ഏട്ടനുള്ളതിനെ കൊണ്ട് ഏട്ടൻ്റെ അടുത്തിരുന്ന് അവളങ്ങ് പതിയെ തിന്നോളും. രാവിലത്തെ ഇഡ്ഡലിയൊക്കെ ആകുമ്പോൾ തീറ്റി കൊടുക്കേണ്ട ആവശ്യമില്ല. വേറെ എന്തെങ്കിലുമൊക്കെ ആകുമ്പോൾ ഞാൻ വയ്യത്താനെ നടന്നിട്ട് തീറ്റി കൊടുക്കണം. അങ്ങനെ ഓറഞ്ച് ജ്യൂസൊക്കെ റെഡി ആയിട്ടുണ്ട്, അതൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ചീര ഉപ്പേരി വയ്ക്കാൻ നോക്കണം. ഏട്ടൻ പോകുന്നതിൻ്റെ മുമ്പ് ചോറങ്ങ് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് വേഗം തന്നെ ഇതാക്കുന്നത്. ഷടപടേന്നല്ലാ പണിയും തീർക്കുന്നത്. ഈ ഒരു ചീര ഞാൻ മുറിച്ചിടുന്നുണ്ട് കേട്ടോ. ഈ ഒരു ചീര ഇത്രയും അധികം എടുത്താലും ഇത് വാടി വരുമ്പം ഒരു ഇത്തിരി ഉണ്ടാവുള്ളൂ.
പിന്നെ ഇതിൽ ഇത് ഞാനിങ്ങനെ വേവിച്ചെടുക്കുമ്പോൾ ഇത് ഞാൻ 4-5 പ്രാവശ്യമായിട്ടാണ് ആകെ വെക്കുന്നത്. ഇത് ഞാൻ ഇത്തിരി തുള്ളി വെള്ളം ചേർക്കാണ്ടാണ് ഞാൻ അടുപ്പത്ത് വയ്ക്കുക. പക്ഷേ എങ്കിൽ ലാസ്റ്റ് നോക്കുമ്പോൾ അത് വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ പൊന്തി കളിക്കുന്നുണ്ടാവും. ഇപ്പോൾ ഇതാ ഈ അരിയാണ് കേട്ടോ ഇവിടെ കിട്ടുക. അരിൻ്റെ പേരെന്താ എനിക്കറിയില്ല. നമ്മളെ നാട്ടിലെ കുറുവരീൻ്റെ കുറച്ച് ചെറുത്, എന്നാലും കുറുവരീനെ പോലെയൊക്കെ ഉണ്ടാവും കേട്ടോ. അത് വെന്ത് കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ ഈ അരി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഞങ്ങളിവിടെ കുറേ ആദ്യമായിട്ട് ഇങ്ങോട്ടേക്ക് വന്ന് ഒരു 5-6 മാസം കഴിഞ്ഞിട്ട് ലീവിന് പിന്നെ നാട്ടിലേക്ക് പോകും. നാട്ടിലേക്ക് പോയപ്പോൾ അമ്മ മറ്റേ അരീൻ്റെ കുറുവേരീൻ്റെ മാവേലിത്തെ അരിയേറ്റാണ് കുറുവേരീൻ്റെ ചോറുണ്ടൊക്കെ വെച്ചാൽ ഇത് കണ്ടപ്പോൾ തന്നെ ചക്കക്കുരേറ്റാനുള്ള പോലെയാണ് തോന്നിയത്. അത്രയ്ക്കും വലുപ്പം. ഇവിടുന്ന് ചെറിയ അരി കണ്ട് നാട്ടിൽ പോയപ്പോൾ ഭയങ്കര വലുതായിട്ടാണ് തോന്നിയത് കുറുവേരി. പിന്നെ കണ്ടങ്ങ് ശീലമായിപ്പോയി കേട്ടോ. അങ്ങനെയൊക്കെ. പിന്നെ എവിടെ ഈ അരിയാണ് നമുക്ക് വെക്കൂ, കാരണം കുറുവ അരിയൊക്കെ വേവണമെങ്കിൽ 2-3 മണിക്കൂറൊക്കെ വേണ്ടേ. ഇതാകുമ്പോൾ 10 മിനിറ്റ് കൊണ്ട് സംഭവം കഴിയും, ഗ്യാസും ലാഭിക്കാം. അങ്ങനെ അപ്പോൾ ഞാൻ ഉപ്പേരീൻ്റെ ഉള്ളിയൊക്കെ മുറിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഉപ്പേരി വെക്കണം. ചോറുണ്ട് അടുപ്പത്ത് വെച്ചിട്ട് അതിലരിയൊക്കെ ഇട്ടിട്ടുണ്ട്. ഏട്ടൻ പോകുമ്പോഴേക്കും എങ്ങനെയെങ്കിലും ഇതാക്കി കൊടുക്കണം. മറ്റേ ഞാൻ താഴെ ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് താഴെ പോകണമെങ്കിൽ താഴെ പോകുന്നതേ എനിക്ക് ഇഷ്ടമല്ല. ഇവിടുത്തെ ലിഫ്റ്റ് ഉണ്ട്, ചീത്തയായി പോയി, സ്റ്റെപ്പ് ഇറങ്ങി പോകണം. അതിൻ്റെ ഇടയ്ക്ക് വേസ്റ്റിൻ്റെ എന്നോട് വെക്കാൻ മറന്നുപോയി. അപ്പം വേസ്റ്റിൻ്റെ ആൾ വന്നിട്ട് ഇവിടെ ഒരു വാതിലിനിട്ട് മുട്ടിയതുമില്ല, ഓലങ്ങ് അപ്പുറത്തെ വിട്ടിട്ട് എടുത്തിട്ട് പോയി. അപ്പം ഞാൻ എന്തോ സൗണ്ട് കേട്ടപ്പോൾ ഞാൻ വേസ്റ്റ് എടുത്ത് അയാൾ വഴി 2ാമത്തെ ഫ്ലോർ വരെ 3ാമത്തെ ഫ്ലോർ വരെ ഞാൻ പോകേണ്ടി വന്നിട്ടുണ്ട്. പോയിട്ട് കൊടുത്തതാണ്. ഇന്ന് ഞാൻ പിന്നെ വിചാരിച്ചു ഈ ഒരു സാമ്പാറും പലിച്ചീരേൻ്റെ ഉപ്പേരിയും തൈരും ഒരു സോയാബീനും ആക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഞാൻ തൈരിന് വേണ്ടിയിട്ട് കക്കരിയും തക്കാളിയും ഉള്ളിയും പച്ചമുളകും ഒക്കെ മുറിച്ചിട്ടിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും നുള്ളിയിട്ടുണ്ട്. കറിവേപ്പില ഇടുമ്പം നല്ലൊരു മണവും നല്ലൊരു ചുവയൊക്കെ ഉണ്ടാവും. കുറച്ച് കറിവേപ്പിലയും നുള്ളിയിട്ടിട്ടുണ്ട്. പിന്നെ ഉപ്പേരി ഇതാ റെഡി ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല ഈ ഉപ്പേരിൻ്റെ അത് ഭയങ്കര വെള്ളം. ഇത് വെള്ളം ഇങ്ങനെ വറ്റാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം കൂടെ വെക്കണം. ഈ ഇലേൻ്റെ അകത്തുള്ള വെള്ളറ്റാണ് ഇറങ്ങി വരുന്നതെന്നാണ് തോന്നുന്നത്. അപ്പം ഉപ്പേരിയൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ എനിക്ക് ഇത് മുറിച്ചിടണം. ഇത് ഞാൻ അപ്പടിട്ടിട്ട് വേവിച്ചപ്പം കുറേ സമയം എടുത്തിട്ടുണ്ട് ഇതൊന്ന് പൊരിഞ്ഞ് വരാൻ വേണ്ടിയിട്ട്. ചിലതിട്ട് വേവൊന്നുമില്ല. അപ്പം ഞാൻ വിചാരിച്ചത് ഇങ്ങനെ മുറിച്ചിട്ട് വേവിക്കാമെന്ന്. അങ്ങനെ ഇതൊന്ന് മുറിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ മുളകും മഞ്ഞളും ഉപ്പും വെളുത്തുള്ളിയൊക്കെ ചേർത്തിട്ടൊന്ന് പൊരിക്കും. ഇതിൻ്റെ അതിൻ്റെ അകത്ത് കുറച്ച് സോസ് ഒഴിക്കും. എനിക്ക് സോസ് ഒഴിച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അതവിടെ മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഏട്ടൻ പോയി, ഏട്ടൻ്റെ കയ്യിൽ ചോറ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ എങ്കിൽ സോയാബീൻ ആക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സമയം കിട്ടിയില്ല. ഏട്ടൻ പോയി കഴിഞ്ഞപ്പോഴുള്ള പണിയെന്ന് വെച്ചാൽ ഈ ഒരു റൂം ഞങ്ങൾ ഉപയോഗിക്കലില്ല കേട്ടോ. അപ്പം ഇവിടെ അടുത്ത് കുറച്ച് 2-3-4 ക്വാർട്ടേഴ്സ് അപ്പുറം ഉള്ളൊരു ക്വാർട്ടേഴ്സിൽ ഒരാൾ മരിച്ചിട്ടുണ്ട്. അവരെ ഭാര്യയും മക്കളൊന്നും ഇവിടെ ഇല്ലായിരുന്നു, നാട്ടിൽ പോയതിന് ഓരോ നാട് മഹാരാഷ്ട്രയിൽ. അപ്പോൾ ഇവർ റൂമിൽ എന്തോ അറ്റാക്കോ അങ്ങനെ എന്തോ വന്നിട്ട് മരിച്ചതാണ്. 2-3 ദിവസം ഒരാഴ്ച ലീവിലുമാണ്. അപ്പം 2 ദിവസത്തെ കഴിഞ്ഞിട്ട് സംഭവം വരെ മരിച്ച് കിടക്കുന്നത് കാണാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് അയ്യോ കോട്ടേഴ്സിലേക്ക് ആ ഒരു ഭാഗത്തേക്ക് ഞാൻ പോകില്ല, എനിക്ക് പേടിയാണ്. അപ്പോൾ ഈ ഒരു റൂമില്ലേ, ഈ റൂം ഇതിനകത്ത് ഇങ്ങനെ സാധനങ്ങളൊക്കെ വെക്കുന്നതിനെ കൊണ്ട് ഈ റൂം എപ്പോഴും ഒരു ഇരുട്ട് പിടിച്ച പോലെയായിരിക്കും. ഇതിൻ്റെ അകത്തേക്ക് വരാൻ അങ്ങോട്ടേക്ക് രാത്രിയൊക്കെ ആയിട്ട് ലേറ്റ് ആകുമ്പോൾ എനിക്ക് ഈ ഭാഗത്തേക്ക് വരാൻ പേടിയോ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചത് എന്തായാലും ഒന്ന് വൃത്തിയാക്കിയിട്ട് ഇടാന്ന്. വൃത്തികേടെന്ന് പറയാൻ ഇങ്ങനത്തെ ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് എന്നുള്ളൂ. വേറെ ഞാൻ ദിവസവും ഞാൻ തുടയ്ക്കലൊക്കെ ഉണ്ട്. പക്ഷേ എങ്കിൽ അത് ഭയങ്കരമായിട്ടുള്ള വൃത്തികേടൊന്നുമില്ല കേട്ടോ. പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ എനിക്ക് വേണ്ടാത്ത പാത്രങ്ങളൊക്കെ ഞാൻ ഈ ഒരു പെട്ടിയിലിട്ട് വെച്ചിട്ടുണ്ട്. ഈ ഒരു ഫ്രിഡ്ജിൻ്റെ പെട്ടി കളയാണ്ട് വെച്ച് എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഇവിടുന്ന് പുതിയ പോസ്റ്റിങ് പോകുമ്പം ഈ ഒരു പെട്ടിയിലിട്ടിട്ട് ഫ്രിഡ്ജ് അങ്ങ് കൊണ്ടുപോകാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാട്ടോ. അങ്ങനെ ഞാനിതാ എല്ലാം കൂടെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. പകുതിയായിട്ട് തുടച്ചെടുക്കുക കേട്ടോ. പിന്നെ വിചാരിച്ച് അപ്പുറം ഒരു കട്ടിൽ വേണ്ടാണ്ട് കിടക്കുന്നുണ്ട്. ഇതിങ്ങനെ കയറ് ചുറ്റിയിട്ടുള്ള കട്ടിലാണ്. ആ ഒരു കട്ടിൽ ഇവിടെ കൊണ്ടുവച്ചിട്ടിട്ട് കട്ടിലൊക്കെ ഇട്ടാൽ കുറച്ച് നല്ലൊരു ഭംഗി ഉണ്ടാവും. പിന്നെ ഒരു പോസിറ്റീവ് വൈബൊക്കെ ഉണ്ടാവുമല്ലോ. പിന്നെ ഇവിടുന്ന് നേരെ നോക്കിയാൽ ടെറസ് കാണാം. അപ്പം ഞാൻ ഇവിടെ കട്ടിലൊക്കെ വെച്ച് ഒന്ന് വിരിച്ചൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം വെറുതെ പണിയൊക്കെ കഴിഞ്ഞ് വെറുതെ ഇരിക്കുമ്പോൾ ഇവിടെ വന്ന് കിടക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെയൊക്കെ. അപ്പോൾ ഞാനത് നന്നായിട്ട് വിരിച്ചിട്ട് ഇവിടുത്തെ ചുവര് ഫുൾ ഇളകിയിട്ട് അതിൻ്റെ പെയിൻറ്റൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. അപ്പുറമൊക്കെ ഉള്ള ഡൈനിങ് ഹോളിലൊക്കെ ഉള്ളത് ഏട്ടൻ പെയിൻറ്റ് അടിച്ചതാണ്. ഇപ്പുറത്തോട് നോക്കിയാൽ അപ്പുറത്തെ കോട്ടേഴ്സത്തെ വീടാണ്. ഓളെ ഞാൻ ഇടയ്ക്ക് വിളിച്ചിട്ട് ജനലിൻ്റെ ഉള്ളിൽ കൂടെ കഥ പറയും. ഇപ്പുറം നോക്കിയാൽ ടെറസ് ആണ് കേട്ടോ. ഞാൻ നമ്മളെ തുണിയൊക്കെ ആറിയിടുന്നത്. പിന്നെ ഏട്ടൻ്റെ പഴയ കുറേ യൂണിഫോം ഉണ്ട്. ഇതൊക്കെ എന്തെങ്കിലും ചെയ്യണം, ഒക്കെ പഴയതാണ്, അരച്ചു പോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ മടക്കി വെച്ചിട്ടുണ്ട്. വേറെ വെക്കാൻ ഇവിടെ സ്ഥലമില്ല, അതുകൊണ്ട് ഞാൻ കസേരയും മേൽ മടക്കി വെച്ചത്. അതേപോലെ കുറച്ച് കമ്പിളിയൊക്കെ ഉണ്ട്. ചുവരിങ്ങനെ തന്നെ കേട്ടോ. എല്ലാ അകത്തും ചുവരിങ്ങനെയാണ്. അയ്യപ്പുറത്തെ അകത്തൊക്കെ ആയിട്ട് പെയിൻ്റ് അടിച്ച്. ഇനിയിപ്പോൾ എൻ്റെ പണി എന്താണെന്ന് വെച്ചാൽ ഇന്നലെ വാങ്ങിയിട്ടുള്ള പച്ചക്കറിയൊക്കെ ഒന്ന് ഫ്രിഡ്ജിൻ്റെ അകത്തേക്ക് എടുത്ത് വെക്കണം. ഫ്രിഡ്ജ് ഒന്ന് ക്ലീൻ ചെയ്യണം. പിന്നെ ഈ ഒരു കറിവേപ്പില
ഞാനില്ലേ കറിവേപ്പില ഈ തണ്ടുമെന്നങ്ങ് എടുത്തിട്ട് ഈരിയിട്ടിട്ട് എന്തെങ്കിലും ഒരു പാത്രത്തിൽ ഇട്ട് വയ്ക്കുക. അപ്പോൾ ഈ ഒരു കറിവേപ്പില തീരുന്നത് വരെ ചീത്തയായി പോവില്ല, തീരുന്ന വരെ ഉപയോഗിക്കുക. ചിലത് ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പം കറിവേപ്പില കൊണ്ടുവന്നാൽ ഇങ്ങനെ എന്തെങ്കിലും കുപ്പിയിലിട്ട് വയ്ക്കും, കുറേ കാലെങ്കിൽ അതെടുക്കാൻ പറ്റും, പെട്ടെന്നൊന്നും കറുത്തു പോകില്ല. വീട്ടിൽ വലിയ കറിവേപ്പിൻ്റെ മരമുണ്ട്, അതുകൊണ്ട് അമ്മ കുറേ അങ്ങ് പറിച്ചിട്ട് തരലുണ്ട്. കറിവേപ്പിൻ്റെ ഇലയും കൊണ്ടുവരും, ഞാൻ ചെമ്പരത്തീൻ്റെ ഇലയും കൊണ്ടുവരും. ചെമ്പരത്തീൻ്റെ ഇലയും ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉപയോഗിക്കും കേട്ടോ. ഞാൻ പണ്ട് ദിവസവും താളി കഴിച്ചിട്ടായിരുന്നു കുളിക്കൽ, അതുകൊണ്ട് ഇവിടുന്ന് ഇപ്പോൾ താളിയൊന്നും, ഇവിടെ ചെമ്പരത്തീൻ്റെ ഇല ഞാൻ എവിടെയും കണ്ടിട്ടില്ല. അപ്പോൾ എനിക്ക് അമ്മ ചെമ്പരത്തീൻ്റെ ഇല അങ്ങനെ പറിച്ചിട്ട് ഇങ്ങനെ ഒരു വലിയ കവറിൻ്റെ അകത്തൊക്കെ ഇട്ട് കൊണ്ട് തന്നതിന്, അതാണ് ഞാൻ കുറേ കാലം തേക്കൽ. ഇപ്പോൾ അത് തീർന്നു പോയപ്പോൾ ഞാൻ ചെമ്പരത്തീൻ്റെ താളിപ്പൊടി വാങ്ങിച്ചു ഫ്ലിപ്കാർട്ടിൽ നിന്ന്. പക്ഷെ അതിനൊരു കുഴപ്പമൊന്നുമില്ല, ഒരുമാതിരി വെള്ളം പോലെ. എന്നിട്ട് ഞാൻ അതാ തേക്കൽ. ഞാനിപ്പോൾ ഈ കറിവേപ്പിലൊക്കെ ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ മല്ലിയില കേടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് മല്ലിയില വാങ്ങിയിട്ട് കൊണ്ടുവന്ന പോലെ തന്നെ കുറച്ച് വിനാഗിരീൻ്റെ വെള്ളത്തിലിട്ട് കഴുകിയിട്ട് ഈ വെള്ളമൊക്കെ ഒന്ന് ആറിയ ശേഷം ഒരു കവറിനകത്ത് വെച്ചിട്ട് എയർ ടൈറ്റായിട്ട് കെട്ടി വെച്ചാൽ മതി കേട്ടോ. ഈ ഒരു കർമൂസ ഞങ്ങൾ കൊതി തോന്നിയിട്ട് വാങ്ങിയതാണ്. 20 ഉറുപ്പ്യ ഈ ഒരു കർമൂസയ്ക്ക്. എപ്പോഴെങ്കിലും വാങ്ങുള്ളൂ കേട്ടോ. അന്നേരം അവിടെ കണ്ടപ്പം വാങ്ങി, ഒന്നിന് 20 ഉറുപ്പ്യേന്. ഇപ്പോഴത്തെ ഉള്ളിയൊക്കെ എന്താ വെച്ചാൽ ഒരു ഞെങ്ങുന്ന ഉള്ളി, എന്താ പറയുക, ഒരു വെള്ളം അങ്ങനെയുള്ള പോലെ. അപ്പോൾ അതൊന്ന് വെയിലത്തിട്ട് ഉണക്കിയിട്ട് വേണം ഒന്ന് എടുത്ത് വയ്ക്കാൻ. പിന്നെ ക്യാരറ്റ് നമ്മളെ പണ്ട് ഈ ഒരു ഓറഞ്ച് കളർ ക്യാരറ്റ് കിട്ടില്ല, ഇപ്പോൾ ഒരു ചുവപ്പ് കളർ. തണുപ്പ് തുടങ്ങിയാൽ പിന്നെ ഇങ്ങനത്തെ ക്യാരറ്റാന്ന് തോന്നുന്നു ഇവിടെ ഉണ്ടാവാം. മറ്റേ ക്യാരറ്റ് എവിടെയും കാണാനില്ല, അപ്പോൾ ഇങ്ങനത്തെ ക്യാരറ്റ് വാങ്ങിയിട്ടുണ്ട്. പിന്നെ പച്ചമുളക് ഇതേപോലെ തണ്ടെന്ന് നോക്കുന്ന അതിനെ ഞെട്ടങ്ങ് കളഞ്ഞെടുത്ത് വെക്കും. എടുത്ത് വെച്ചിട്ടോ അതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. പിന്നെ ഇവക്ക് അമൃതം പൊടി ഉണ്ടായിരുന്നേ, അമൃതം പൊടി ഒന്ന് പാലിൽ കുറച്ച് നെയ്യൊക്കെ ഇട്ടിട്ടൊന്ന് കാച്ചിയതാണ്. ഇനി അതൊന്ന് തീറ്റിട്ട് കൊടുക്കണം, എന്നിട്ട് ഉറക്കണം. ഉറക്കിയിട്ട് വേണമെങ്കിൽ ബാക്കിയുള്ള പണിയൊക്കെ എടുക്കാൻ. ഞാൻ കുറച്ച് നേരം ഫോണും എടുത്ത് ഞാൻ അടുക്കളയും അതേപോലെ അടുക്കളയൊക്കെ തുടച്ചിട്ട് അതേപോലെ എല്ലാ റൂമും തുടച്ച്, പിന്നെ ഞാൻ കട്ടിൽ അപ്പുറത്തേക്ക് മാറ്റിയതിനെ കൊണ്ട് ഈ ഒരു അകത്ത് നല്ലപോലെ അഴുക്കുണ്ടായിരുന്നു, അതൊക്കെ ഞാൻ തുടച്ച് വൃത്തിയാക്കി. ഇനിയിപ്പം ഇതൊന്ന് തീറ്റിച്ച് കൊടുക്കണം. ഇത് തീറ്റിച്ച് കൊടുക്കണ ഇച്ചിരി പാടുണ്ട്. പിന്നെ അവൾ ആടുന്ന എന്തൊക്കെയൊക്കെയോ കളിക്കുന്നുണ്ട്. വിചാരിച്ച് കുറച്ച് വെള്ളം കൊടുത്താൽ വെള്ളവും കൊണ്ടങ്ങ് കളിക്കുക. വെള്ളം കൊണ്ട് കളിക്കുന്ന സമയത്ത് എനിക്ക് അതങ്ങ് തീറ്റി കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഇനിയുള്ള എൻ്റെ പണിയെന്ന് വെച്ചാൽ ഈ ഒരു കിച്ചൺ സ്ലാബ് ഗ്യാസൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കണം. ഇതേ ഉള്ളൂ, ബാക്കി എൻ്റെ പണിയൊക്കെ ഞാൻ തീർത്തിട്ടുണ്ട് കേട്ടോ. ഉച്ചയ്ക്ക് ശേഷം വെറുതെ കുത്തിരിക്കാമല്ലോ എന്നൊക്കെ വിചാരിക്കും, പക്ഷേങ്കിൽ വെറുതെ കുത്തിരിക്കാൻ പറ്റില്ല. ഞാനിപ്പം അവളെ ഉറക്കിക്കഴിഞ്ഞാൽ എനിക്ക് വീഡിയോ എടുക്കാനും വീഡിയോ എഡിറ്റ് ചെയ്യാനും ഒക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞ് ഞാൻ ഒന്ന് ചോറൊക്കെ തിന്നുമ്പോഴേക്ക് ഓളെണീച്ച് കഴിഞ്ഞാൽ പിന്നെ ഓക്ക് ചോറ് കൊടുത്ത് ഓളെ കുളിപ്പിച്ച് ഞാൻ കുളിച്ച് പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ഞാൻ താഴെ കളിക്കാൻ വേണ്ടിയിട്ട് പോകും. അവിടെ കുറേ കുട്ടികളും അതേപോലെ തന്നെ ഏട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഓരോ ഭാര്യമാരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരുടെ കൂടെ അവിടെ കുറച്ച് നേരം ഇരുന്ന് ഒരു 1.5-2 മണിക്കൂറിൻ്റെ അടുത്ത് അവിടെ ഇപ്പോൾ ഇരിക്കലുണ്ട്. അത് ഇരുന്ന് പിന്നെ തിരിച്ച് വന്നാൽ പിന്നെ രാത്രിത്തെ ഭക്ഷണത്തിൻ്റെ പരിപാടിയായി. അപ്പോഴത്തേക്ക് ഏട്ടൻ വരും. അങ്ങനെയൊക്കെ വേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇന്നത്തെ വേസ്റ്റ് ഞാൻ ഈ ഒരു കവറിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഏട്ടൻ വന്നിട്ട് ഒന്നിക്ക് താഴെ കൊണ്ടുവച്ചിടും, അല്ലെങ്കിൽ ഞാൻ പുറത്തെടുത്ത് വെക്കും. എന്നിട്ട് ഓല് നാളെ വരുമ്പോൾ അങ്ങ് എടുത്ത് വെക്കും. ഇപ്പം എന്താ അറിയില്ല, കുറച്ച് ദിവസം ഇങ്ങോട്ട് അങ്ങ് മറന്നു തോന്നി ഇത് പുറത്ത് വെക്കാൻ വേണ്ടിയിട്ട്. ഓലായി ചെന്നിട്ട് വിളിക്കലുമില്ല. ഓൾക്ക് ഞാൻ എപ്പോഴും പൈസ കൊടുക്കലുണ്ട്. ഞാനല്ല, ഏട്ടൻ പൈസ കൊടുക്കലുണ്ട്. 100 ഉറുപ്പ്യൊക്കെ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കും. ഇങ്ങനെ മോള് വരെ വന്നിട്ട് കൊണ്ടുപോകുന്നതല്ലേ എന്ന് വിചാരിച്ചിട്ട് പൈസ കൊടുത്ത് നോക്കുമ്പോൾ മൂപ്പരിപ്പം എടുക്കാണ്ടാവുമല്ലോ. അങ്ങനെ ഇതൊക്കെ കഴുകി എൻ്റെ ഈ ഒരു കിച്ചൺ സിങ്ക് ഇങ്ങനത്തെ കളറായി പോയതായിട്ട് ഹാർപ്പിക്ക് ഒഴിച്ചാൽ കേട്ടോ. നമ്മളിവിടെ വന്നപ്പം ഭയങ്കര വൃത്തികേടായിട്ട് ഇടുന്നപ്പം ഏട്ടന് ഹാർപ്പിക്ക് ഒഴിച്ചപ്പോൾ അതങ്ങ് കറുത്ത് പോയി. ഈ ഒരു സാധനം ഞാൻ ആക്കിയിട്ടില്ല കേട്ടോ, സോയാബീൻ. അങ്ങനെ ഞാൻ ഇവിടെയൊക്കെ വൃത്തിയാക്കി. ഫ്രിഡ്ജ് അപ്പുറത്തെ സൈഡിൽ നിന്ന് ഞാൻ ഇപ്പുറത്തെ സൈഡിലേക്ക് എടുത്ത് വെച്ച്. പിന്നെ ഇതാ മഞ്ഞ നല്ല പോലെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഏകദേശം 12 മണിയൊക്കെ ആയിട്ടുണ്ട്, മഞ്ഞൊന്നും പോയിട്ടില്ല. നല്ല മഞ്ഞുണ്ട്. ടെറസിലൊക്കെ അപ്പുറത്തെ വീട്ടിലുള്ളവരൊന്നും ടെറസൊന്നും നോക്കിയിട്ട് കാണുന്നില്ല, അത്രയും മഞ്ഞുണ്ട്. നമ്മൾ മുകളിൽ വായനൊക്കെ ഉണ്ടാകുമോ എന്നറിയില്ല, അത്രയും തോന്നുന്നത്. അപ്പോൾ ഈ ആത്തേനോട്ടോ ഈ കട്ടിലുള്ളത്. ആ കട്ടിലൊഴിച്ച് ഇവിടെയൊക്കെ ഞാൻ തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. പിന്നെ അടുക്കള ഫ്രിഡ്ജൊക്കെ മാറ്റി അടുക്കളയൊന്ന് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഇപ്പുറത്തകത്ത് ഞാൻ ബെഡ്ഷീറ്റൊന്നും മടക്കാൻ പോയില്ല. പിന്നെ സ്റ്റോർ റൂമിൽ ഉള്ളിയൊക്കെ ഇങ്ങനെ വെക്കണമായിരുന്നു. ഉള്ളിയൊക്കെ ഞാൻ നേരത്തെ ഒന്ന് വെയിൽ കൊള്ളിച്ചിട്ട് ഉള്ളിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ അതൊക്കെ മടക്കി വെക്കണം. പിന്നെ ഈ ആക്കും ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം.